വഖഫ് ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഏത് രീതിയിലാണ്? അതിലൊരു പ്രധാന കാര്യം നമുക്ക് പറയാനുള്ളത്, ഇന്ത്യയിൽ 937 തന്നെ ഇന്ത്യയിൽ മുസ്ലിങ്ങൾക്ക് ശരീഅത്ത് നിയമാനുസൃതമായി അവരുടെ വ്യക്തി നിയമത്തെ പാലിക്കാനുള്ളൊരു അവകാശം നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട്. അതിൽ പ്രധാനമായിട്ടുള്ളത് 937 എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാനാവും, 937 എന്ന് പറയുന്നത് രാജ്യം സ്വതന്ത്രമാകുന്നതിൻ്റെ 947 രാജ്യം സ്വതന്ത്രമാകുന്നതെങ്കിൽ അതിൻ്റെ 10 കൊല്ലം മുമ്പ് നേരത്തെ ഉണ്ടായിരുന്ന കുറേ ഇസ്ലാമികമായ നിയമങ്ങളുടെ പിന്നൊരു പുനഃക്രമീകരണത്തിൻ്റെയും ക്രോഡീകരണത്തിൻ്റെയും ഭാഗമായി പിന്നീട് 937 ശരീഅത്ത് ആപ്ലിക്കേഷൻ ആക്ട് വരുന്നു. ഈ ശരീഅത്ത് ആപ്ലിക്കേഷൻ ആക്റ്റിൽ പ്രധാനമായിട്ടുള്ളത് ഒരു മുസ്ലിം വ്യക്തിയുടെ, അതായത് മുസ്ലിമായി ജീവിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ വിവാഹത്തിന് ശേഷം ഉണ്ടാകാവുന്ന ചില പ്രശ്നങ്ങൾ, സ്വാഭാവികമായിട്ടും വിവാഹമോചനം ഉണ്ടാവാം. വിവാഹമോചനത്തിൻ്റെ വ്യത്യസ്ത രീതികളുണ്ട്. പിന്നെ ഹുൽഉ വരാം, അതുപോലെ തന്നെ ഈലാ, ലിഹാർ, അങ്ങനെ തുടങ്ങുന്ന അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വ്യത്യസ്തമായ വിവാഹ സംബന്ധിയായി വരുന്ന ദാമ്പത്യ പ്രശ്നങ്ങളുണ്ടാവാം. അതോടൊപ്പം തന്നെ അയാളുടെ മരണാനന്തര അവകാശങ്ങളെ സംബന്ധിച്ച്, അതായത് ഇൻഹെറിറ്റൻസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിയമങ്ങൾ വരാം. അതുപോലെ തന്നെ പ്രധാനമായും അയാളുടെ മരണസമയങ്ങളിലോ മറ്റോ ആയി നടക്കുന്ന വില്ലുകൾ, അതായത് വസിയത്തുകൾ വരാം. വസിയത്ത് എങ്ങനെ വരണമെന്നതിനെക്കുറിച്ചുള്ള ചർച്ച വരാം. അതിൽ മറ്റൊരു പ്രധാനപ്പെട്ട ഒന്നാണ് വഖഫ്. അതായത് ഒരു മുസ്ലിം വ്യക്തിക്ക് അയാളുടെ സ്വത്തിനെ മറ്റ് നന്മയുടെ മാർഗത്തിൽ ചെലവഴിക്കാൻ വേണ്ടി ഉദ്ദേശിച്ചുകൊണ്ടുള്ള നിരന്തരമായ സ്വതക്കയായി നിൽക്കുന്നൊരവസ്ഥയാണ് വഖഫ്. ഈ വഖഫ് ഉൾക്കൊള്ളുന്ന 14ഓളം വിഷയങ്ങൾ അങ്ങനെ തന്നെ അടയാളപ്പെടുത്തിയിട്ടാണ് ഇസ്ലാമിക ശരീഅത്ത് വ്യക്തി നിയമം എന്ന നിലയിൽ 937 നിലവിൽ വരുന്നത്. അതിൻ്റെ അവസാനം ഇങ്ങനെ തന്നെ പറയുന്നു, അതായത് ദ ലോ ഓഫ് ഡിസിഷൻ വേർ ദ പാർട്ടീസ് ആസ് മുസ്ലിംസ് ഷാൽ ബി ദ മുസ്ലിം പേഴ്സണൽ ലോ എന്നാണ്. അതായത് ഇവിടെ ഒരു കേസ് മുസ്ലിങ്ങൾ ഇവരുടെ വ്യക്തി നിയമവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വന്നാൽ അവിടെ ദ ലോ ഓഫ് ഡിസിഷൻ, അവിടെ തീരുമാനമെടുക്കേണ്ട നിയമം ഇൻ ദ കേസസ് വേർ ദ പാർട്ടീസ് ആസ് മുസ്ലിങ്ങളാണ് അതിൻ്റെ രണ്ട് ഭാഗത്തു നിൽക്കുന്നതെന്ന് വന്നാൽ ഷാൽ ബി ദ മുസ്ലിം പേഴ്സണൽ ലോ എന്നാണ്. അവിടെ മുസ്ലിം പേഴ്സണൽ ലോ പ്രകാരമാണ് വിധിക്കേണ്ടത്. അങ്ങനെ വരുമ്പോൾ വഖഫ് ഈ ശരീഅത്ത് ആക്ടിൻ്റെ ഉള്ളടക്കത്തിൽ തന്നെ ഉൾക്കൊള്ളുന്ന ഒന്നുകൂടിയാണ്. എന്നാൽ അതോടൊപ്പം തന്നെ നമ്മൾ ഇന്ത്യയിൽ വഖഫ് നിയമങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോൾ 913 തന്നെ ഈ വഖഫ് നിയമം ഇവിടെ നിലവിലുണ്ടെന്നും കൂടി നമുക്ക് കാണാനാവും. അതാണ് മുസൽമാൻ വഖഫ് ആക്ട് എന്ന പേരിൽ 913 നമുക്ക് വഖഫ് നിയമങ്ങളെക്കുറിച്ച് പറയാനാവും. അവിടെ തന്നെ ഈ മുസൽമാൻ വഖഫ് ആക്റ്റിൽ പോലും കൃത്യമായി തന്നെ ഡെഫിനിഷൻ കൊടുക്കുന്നത് ഇതാണ്: വഖഫ് മീൻസ് ദ പെർമനൻറ്റ് ഡെഡിക്കേഷൻ ബൈ എ പേഴ്സൺ പ്രൊഫസിങ് ദ മുസൽമാൻ ഫെയ്ത്ത് ഓഫ് എനി പ്രോപ്പർട്ടി ഫോർ എനി പർപ്പസ് റെക്കഗ്നൈസ്ഡ് ബൈ ദ മുസൽമാൻ ലോ ആസ് റിലീജിയസ്, പയസ് ഓർ ചാരിറ്റബിൾ എന്നാണ്. ഇതാണ് എൻ്റെ ശരിക്കുള്ള വ്യക്തമായ ഒരു നിർവചനവും കൂടിയാണ്. അതായത് പെർമനൻ്റ് ഡെഡിക്കേഷനാണ്, അതായത് ശാശ്വതമായി ഇനി ഒരിക്കലും തിരിച്ചെടുക്കാൻ പറ്റാത്തൊരു പെർമനൻ്റ് ഡെഡിക്കേഷനാണ്. ആ ഡെഡിക്കേഷൻ പ്രകാരം പിന്നെ ഒരു മുസ്ലിം വ്യക്തി അദ്ദേഹത്തിൻ്റെ സ്വത്തിനെ ഒരു ചാരിറ്റി അഥവാ ധർമ്മ, അതൊരു സാമൂഹികമായ നന്മകൾക്ക് ആവശ്യമായ വിധത്തിലുള്ള ചാരിറ്റി, അല്ലെങ്കിൽ അതുപോലെ തന്നെ വിശ്വാസപരമായ വിഷയങ്ങൾ, അതായത് മസ്ജിദ് പോലെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഭക്തിപൂർവം നൽകുന്ന ഒരു ഡെഡിക്കേഷനാണ്, ഒരു സമർപ്പണമാണ് വഖഫ് എന്ന് വളരെ കൃത്യമായിട്ടുള്ള ഒരു നിർവചനം അന്നേ തന്നെ 913 മുസൽമാൻ വഖഫ് ആക്റ്റിൽ തന്നെ ഈ വിഷയം അങ്ങനെ തന്നെ ചർച്ച ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം. ഇത് കുറെ കൂടി നന്നായിട്ട് നമുക്ക് പിന്നീട് 54 പിന്നെ 995 വരുമ്പോൾ ആ വിഷയത്തെ ഇതേ നിർവചനം തന്നെ കുറച്ചുകൂടി കൃത്യമായി തന്നെ പറയുന്നത് ഈ പെർമനൻ്റ് ഡെഡിക്കേഷൻ തന്നെയാണ്. പക്ഷേ പെർമനൻ്റ് ഡെഡിക്കേഷനെ കുറച്ചുകൂടി ചേർത്ത് പറയുന്നത് അത് ഇൻക്ലൂഡ്സ് വഖഫ് ബൈ യൂസർ എന്നുകൂടി ചേർക്കുന്നു. ഈ വഖഫ് ബൈ യൂസറിൻ്റെ പ്രത്യേകത, ചില വഖഫ് സ്വത്തുക്കൾക്ക് ഒരു പക്ഷേ ഇപ്പോൾ വാക്കാൽ പറഞ്ഞാൽ വഖഫാവും. ഇപ്പോൾ ഓറൽ വഖഫ് ഉണ്ടാവാം. ഈ ഓറൽ വഖഫ് പറഞ്ഞതിന് കൃത്യമായിട്ടുള്ള രേഖകൾ ഉണ്ടാകണമെന്നില്ല. നിലവിൽ പതിറ്റാണ്ടുകളോ നൂറ്റാണ്ടുകളോ ആയിട്ട് അങ്ങനെ ഇസ്ലാമിക വഖഫ് കൈകാര്യം ചെയ്യുന്ന ശൈലിയിൽ തന്നെ മസ്ജിദായിട്ടോ അല്ലെങ്കിൽ മഖ്ബറയായിട്ടോ അഥവാ ശ്മശാനങ്ങളായിട്ടോ അല്ലെങ്കിൽ മദ്രസകളായിട്ടോ അല്ലെങ്കിൽ അത്തരം ഇസ്ലാമികമായിട്ടുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള സ്വത്തുക്കൾ അങ്ങനെ ഉണ്ടാവാം. പക്ഷേ അവിടെ ഒരു കൃത്യമായി ഇന്ന ഒരു ആധാരം എന്ന് പറഞ്ഞൊരു ആധാരം കാണിക്കാൻ സാധിക്കാതെ പോകും.
അങ്ങനെ അതുകൂടി ഉൾക്കൊള്ളുന്ന രീതിയിലാണ്. അതിനൊക്കെ നമ്മൾ നമ്മുടെ കർമ്മശാസ്ത്ര രീതിയിൽ പറഞ്ഞാൽ മുസബ്ബലായ, അതായത് വ്യക്തമായ ഒരു വാക്കിഫ്, അതിൻ്റെ കൃത്യമായിട്ടുള്ള ഒരു രജിസ്ട്രേഷൻ്റെയോ ഒരു ആധാരത്തിൻ്റെയോ ഒന്നും ഇല്ലാതെ തന്നെ കാലങ്ങളായി വഖഫ് സ്വത്തായി മുസ്ലിങ്ങൾ പൊതുവായി ഉപയോഗിക്കുന്ന ഒരു അവസ്ഥ വരുന്നിടത്ത് അതിനാണ് വഖഫ് ബൈ യൂസർ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യയിലെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ മുഗള കാലം മുതലേ തന്നെ മുസ്ലിം ഭരണകൂടങ്ങളുടെയും അതോടൊപ്പം തന്നെ മുസ്ലിങ്ങളുടെയും ഇത്തരത്തിലുള്ള വഖഫ് സ്വത്തുക്കൾ സൂക്ഷിക്കപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ നൂറ്റാണ്ടുകളായിട്ടുള്ള മസ്ജിദുകളും നൂറ്റാണ്ടുകളായിട്ടുള്ള മദ്രസകൾ, മക്തബുകൾ, അങ്ങനെ ആ രീതിയിൽ അവയ്ക്കൊക്കെ ഉപയുക്തമാകുന്ന രീതിയിലുള്ള വഖഫ് സ്വത്തുക്കളും പരിപാലിക്കപ്പെട്ടിരുന്നു. ഈ വഖഫ് സ്വത്തുക്കളെയൊക്കെ വഖഫ് ബൈ യൂസറിൽ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നു എന്നതാണ് നമ്മൾ കാണുന്നത്. ഇതൊക്കെ ഇന്ത്യയിൽ സ്വാഭാവികമായും ഈ വൈജ്ഞാനിക വികാസത്തിന് മുസ്ലിങ്ങളുടെ സാമൂഹികമായിട്ടുള്ള മുന്നേറ്റങ്ങൾക്ക് വലിയ സഹായങ്ങൾ ചെയ്തു കൊടുത്തു എന്നുള്ളത് വസ്തുതയാണ്. അത് ഈ വഖഫ് സ്വത്തുക്കളുടെ പരിപാലനം വഴി വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള ഒട്ടേറെ വലിയ ഉപകാരം അത് സംബന്ധമായി ലഭ്യമായിരുന്നു എന്നുള്ളതും വസ്തുതയാണ്. ഇത് എല്ലാം കൊണ്ടാണ് 95-ലുണ്ടായിരുന്ന വഖഫ് ആക്ട് കുറെ കൂടി ഒന്ന് ക്ലിപ്തപ്പെടുത്തി 2013 വരുമ്പോൾ അവിടെ ഈ അലീനേഷനുമായി ബന്ധപ്പെട്ട്, അത് ആ വിൽപ്പനയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായൊരു റെസ്ട്രിക്ഷൻ വെക്കുകയും ആ നിലക്ക് വേണമെങ്കിൽ അതിനൊരു പ്രോഹിബിറ്റ് ചെയ്യുന്ന, അതായത് ശരിക്കും ഇസ്ലാമിക കർമ്മശാസ്ത്രം പറയുന്ന പോലെ ലാ യുബാഉ, അത് വിൽക്കപ്പെടാൻ പറ്റൂല എന്ന് പറയുന്ന അതേ ശൈലിയിൽ അത് വിൽക്കപ്പെടാൻ പറ്റാതിരിക്കുന്ന രീതിയിലുള്ള ഒരു റെസ്ട്രിക്ഷൻ കൂടി 2013 വഖഫ് ആക്ടിലൂടെ വരികയും ചെയ്തു. അങ്ങനെ നമ്മൾ കണ്ട നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുന്ന അമെൻമെൻറ്റുകളൊക്കെ തന്നെ ഈ വഖഫിൻ്റെ അടിസ്ഥാനപരമായി അതിൻ്റെ മൗലികതക്ക് തടസ്സം വരാത്ത, അതിൻ്റെ ആത്മാവിന് ഊനം തട്ടാത്ത രീതിയിൽ അത് നിലനിന്നു വന്നതാണ്.